ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികളടക്കമുള്ള ആരെങ്കിലും SITയോടോ പോലീസിനോടോ പറഞ്ഞിട്ടുള്ളതായി SITയോ പോലീസോ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ തങ്ങൾ കൊണ്ടുപോയത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളല്ല എന്നും തങ്ങൾ കൊണ്ടുപോയത് സ്വർണം ഇല്ലാത്ത ചെമ്പുപാളികൾ മാത്രമാണ് എന്നുള്ള വാദം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഏതെങ്കിലും, ഇപ്പം 6 പേരാണല്ലോ ഉള്ളത്, അത്രയും പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എനിക്കുള്ള ഒരു സംശയം. ആ സംശയം ഞാനൊരു സംശയം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ മറ്റ് പാനലിസ്റ്റുകളുണ്ടല്ലോ, അവരതിന് മറുപടി പറയുമായിരിക്കും, അല്ലെങ്കിൽ താങ്കൾ അതിന് മറുപടി പറയുമായിരിക്കും എന്നും ഞാൻ കരുതുന്നു. പക്ഷേ അങ്ങനെ പറയാത്തൊരു കാര്യം, അവർ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ SITയോ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസോ പിന്നീട് SITയോ പറഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയം, അതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും മാധ്യമങ്ങൾ മാറിയും മറിഞ്ഞും ഉന്നയിക്കുന്നത് അതുതന്നെയാണ്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ, അതിൽ സ്വർണം എന്നുള്ളത് മാറ്റി ചെമ്പുപാളികൾ മാത്രമാക്കിയതിൻ്റെ ഉത്തരവാദി ആരാണ്? ആദ്യം പറഞ്ഞു കിങ് പിൻ എന്ന് പറയുന്ന ആരാണ്, അത് കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അടുത്ത അറസ്റ്റ് വന്നപ്പോൾ അത് മാറ്റി, അദ്ദേഹം കിങ് പിൻ മാറി. പിന്നീടത് മുരാരി ബാബുവായി, പിന്നീടത് വാസുവായി. ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ ഇപ്പോൾ മുഖ്യ സൂത്രധാരകൻ കിങ് പിൻ എന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കുന്നത് A പത്മകുമാറാണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം മുഖ്യ സൂത്രധാരന്മാരായിട്ട് മാറുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലുമാണ്. ഇവരെല്ലാം സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മാത്രമാക്കി മാറ്റിയത്രേ. ഇതാണ് വാദഗതി. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനൊരു വാദം നമ്മൾ എവിടെയും കാണുന്നില്ല ഇവർ പറഞ്ഞിട്ടുള്ളതായിട്ട്. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ മാറ്റിയത് തന്നെ ശ്രമം നടത്തിയെന്നുള്ള പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞതായിട്ട് ഈ പ്രതികളടക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ, റിമാൻഡിൽ കഴിയുന്നവർ തങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് ചെമ്പുപാളി മാത്രമാണെന്ന് പറഞ്ഞതായിട്ട് പോലീസോ SITയോ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അവർ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കോടതിക്ക് നോക്കാൻ അറിയാമല്ലോ, SITക്ക് നോക്കാൻ അറിയാമല്ലോ, പോലീസിന് നോക്കാൻ അറിയാമല്ലോ. അതിനാണല്ലോ ഈ നീതിന്യായ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? CPIM ഇങ്ങനെ ഒരു സാങ്കേതിക വാദം പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ താങ്കൾക്ക് പൂർണ്ണമായും CPIM ഓൺ ചെയ്യേണ്ട കാര്യമില്ല. CPIM ഈ അന്വേഷണത്തെക്കുറിച്ച് ഒരു പരാതിയില്ല, LDFന് പരാതിയില്ല, സർക്കാരിന് പരാതിയില്ല, ദേവസ്വം ബോർഡിന് പരാതിയില്ല. ഈ അന്വേഷണം പോവട്ടെ, ആരായാലും അറസ്റ്റിലാവട്ടെ എന്ന നിലപാടാണ് അവരുള്ളത്. അല്ലാതെ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കേസിൽ പോലും CPIMന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ കേസിൽ അവർക്ക് ഒരു ക്വസ്റ്റ്യനും ഇല്ല എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. ആകെയുള്ളത് കുറ്റാരോപിതൻ മാത്രമെന്ന വാചകത്തിൽ അവർ അവസാനിപ്പിച്ചു. പക്ഷേ താങ്കൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കാരണം താങ്കൾ അങ്ങനെ ഒരു CPIMൻ്റെ പൂർണ്ണ ഭാഗമായിട്ട് സംസാരിക്കുന്ന ആൾ കൂടിയല്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇതിനകത്ത് ഇത്രയും ആളുകൾ ആസൂത്രകരായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഉള്ള ഒരു ഫൈനൽ റിപ്പോർട്ടൊന്നും അല്ല റിമാൻഡ് റിപ്പോർട്ട്. അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള വിവരങ്ങൾ കിട്ടുകയാണ്. അവരൊരു ചാർജ് ഷീറ്റിനെ സമർപ്പിക്കാനിരിക്കുന്നു, അതിന്മേലൊരു ട്രയൽ നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് ഒരു റിമാൻഡ് റിപ്പോർട്ടിനകത്ത് ഏതെങ്കിലും ഒരു വാചകം മിസ്സിംഗ് ആണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ലല്ലോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കേസിനെ പൂർണ്ണമായും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? CM ജയചന്ദ്രൻ? ഇല്ല, ചെയ്യാൻ കഴിയില്ല. താങ്കളുടെ ആ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ അക്ഷരപ്രതി ഞാനത് ഓൺ ചെയ്യുന്നു, അക്നോളജ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഹൈക്കോടതി SITയെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഒരു വിധിന്യായമുണ്ടല്ലോ, അതിൻ്റെ അവസാനത്തെ 2 പേജുകളിൽ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഇക്കാര്യത്തിലുള്ള ഒരു മീഡിയ റിയാക്ഷൻ അല്ലെങ്കിൽ മീഡിയ റെസ്പോൺസ് എന്തായിരിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഈ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ച് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. പക്ഷെ നാളിതുവരെ മീഡിയയ്ക്ക് അതൊന്നും ബാധകമായിട്ടില്ല. ഹൈക്കോടതി അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ഇടക്കാല വിധിന്യായങ്ങളിലൊന്നും ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം, അല്ലെങ്കിൽ SIT അത്തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉന്നയിച്ചിട്ടുള്ളതെന്ന് അതും വേറൊരു കാര്യം. അതടക്കം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇത് CPIMൻ്റെ ആൾക്കാർ ഞാനീ പറഞ്ഞ ആർഗ്യുമെൻ്റ് ഉന്നയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ താങ്കൾ ചോദിച്ചു. ഇല്ല എന്നുള്ളത് താങ്കൾ തന്നെ പറയുകയും ചെയ്തു. ഇല്ല എന്ന് എനിക്കും അറിയാം. ഞാൻ എന്താണ് കരുതുന്നതെന്നുള്ളത് ഞാൻ കരുതുന്നത് അതുകൂടെ പറയാം. അപ്പോഴല്ലേ അത് പൂർത്തിയാവും നിഷാദേ. ഞാൻ കരുതുന്നത് ഇക്കാര്യത്തിൽ ഈ പറയുന്ന വിമർശകരെല്ലാം, ഞാൻ മാധ്യമങ്ങളെയല്ല അല്ലെങ്കിൽ താങ്കളെയല്ല കുറ്റപ്പെടുത്തുന്നത്, അല്ലാതെ ഈ പൊളിറ്റിക്കലി നോക്കിയാൽ UDFും BJP ആണല്ലോ 2 പ്രതിപക്ഷങ്ങൾ എന്ന് പറയുന്നത്. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് അനൗദ്യോഗിക പ്രതിപക്ഷമാണ് BJP, മറ്റേത് ഔദ്യോഗിക പ്രതിപക്ഷമാണ് UDF. ഇവർ ഇക്കാര്യത്തിൽ ഒരു അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട്
പല നിലയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും, കേൾക്കുന്ന ആർക്കും പാടുപെടും. പക്ഷേ ഇല്ലാത്ത പൂച്ച ഇരുട്ടിൽ തപ്പുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വരികൾക്കിടയിൽ വായിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ശീലിച്ചിട്ടുള്ളതും ചെയ്ത പണിയും അതാണ്, ഇപ്പോഴും ചെയ്യുന്ന പണി അതായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിലേക്കാണ് നോക്കുന്നത്. ഇങ്ങനെ പോയാൽ ആർക്കാണ് ഇതുകൊണ്ടുള്ള മെച്ചമുണ്ടാവുക, നേട്ടമുണ്ടാവുക?